ഹേ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ മാങ്കുളത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ മൂന്നാറിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ് ഇപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടിനോട് എന്തെങ്കിലും കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ കാപ്പിയായിട്ട് ബാൽക്കണിയിൽ ഒന്ന് നിൽക്കുകയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണോ ഗൈസ്. ചെറിയൊരു മഴയും ഒരു തണുപ്പും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഫൈസിക്ക് നമുക്ക് ചെറുതായിട്ട് വാക്കിന് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ പോയതാണ്. പോയ സമയത്ത് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടത്തിന് ഒച്ചയായിട്ട് നോക്കിയപ്പോൾ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നു. അത് ഞങ്ങൾ റോട്ടിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെന്നപ്പോൾ കോടയും ചെറിയൊരു മഴയും എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് തന്നെയായിരുന്നു നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കോടയൊക്കെ ചൂടിതാ ഇങ്ങനെ നടക്കുവാണ്. രണ്ട് സൈഡും ഫുൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. നമുക്കത് ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു പോയി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ അത് കാണാൻ പോകാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് ഗായ്സ് പാമ്പ് ചത്തെടുക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള ഒരു ടീ ഷോപ്പിൽ കയറി ഞങ്ങൾ ചായ മേടിച്ചു. ആ ഒരു ചെറിയൊരു തണുപ്പത്ത് നല്ല ചൂടിനോടെ ചായയും ബൂസ്റ്റൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ അതെ ഞങ്ങളുടെ കൂടെ ഒരു പട്ടിയും കൂടി ഉണ്ട് കേട്ടാ. അത് ഞങ്ങളുടെ പുറകെ തന്നെയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ അവിടെയും വന്നു, തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ടും വന്നു. ഞങ്ങളുടെ ഒപ്പം തന്നെ നടക്കണേണ്. പറയുമോ എന്ന് എനിക്കറിയത്തില്ല. മഴത്തുള്ളിനാണ് ഇതിനെ പറയുന്നത്. ഇതിനെ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സിങ് കിട്ടണം. അങ്ങനെ വാക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നല്ല സോങ്ങൊക്കെ വെച്ച് കുറച്ച് നേരം ബാൽക്കണിയുടെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തത് നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഇപ്പോൾ നമ്മളിതാ പിന്നെയും പുള്ളിറങ്ങാൻ പോവാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പുള്ളോട്ടോ ഇതാ കുറച്ച് നേരം പുള്ളൊക്കെ കളിച്ച് ഇതാ നേരെ ഫ്രഷായി ഇപ്പോൾ ഇതാ റെഡി ആവാൻ പോവാണ്. നമുക്കൊരു 11 AM ആകുമ്പോഴേക്കും റൂം ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇതാ റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ റെഡിയായി ഇതാ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിവിടെ വന്നിരിക്കാനാണ്. എന്താണ് ഞങ്ങളുടെ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതാണ് റിസോർട്ട്. ഇതൊരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ല, തൊട്ട് ബാക്കിലായിട്ട് വേറെ 2 ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ ഓരോ ബിൽഡിംഗ് ആയിട്ടാണ് ഇവർ റിസോർട്ടിൻ്റെ ഈ ഒരു എന്താ പറയുക പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് വന്നിട്ട് വൈറ്റ് എലിഫൻസ് എന്നാണ്. നമ്മുടെ ഗൂഗിളിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ പോകണം. ബാലൻസ് പേയ്മെൻറ്റൊക്കെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് മേടിക്കുന്നത്. പിന്നെ ഇവരുടെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ലഗേജൊക്കെ ബാഗിൽ വെച്ചു. ഫൈസ്ക്കൊക്കെ കാറിൽ ജസ്റ്റ് കഴുകാണ്, അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അകത്ത് കയറിയിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗായ്സ്, എൻ്റെ വോയിസ് കണക്റ്റഡ് ആയില്ല. കാരണം ഫോൺ കാറിൽ കണക്റ്റഡ് കാരണം ഞാൻ എന്താ പറയുന്നതെന്നുള്ള കണക്റ്റ് ആയിട്ടില്ല. എനിക്കും ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ പറഞ്ഞേക്കുന്നതെന്ന്. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഗായ്സ് ഇതാ ഞങ്ങളിപ്പോൾ മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടൗണിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട്, അതായത് കടികൾ കഴിക്കില്ല. അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ കയറി കടി മേടിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇപ്പോൾ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ്. എല്ലാം സെറ്റാണോ? ഭാഗ്യ വണ്ടി ഇവിടെ കണ്ടത്. വെജിറ്റബിൾ കണ്ടിട്ട് നല്ല തണുപ്പില് നല്ല ചൂടൻ പരിപ്പട ചായ. ഞാൻ ചായ മേടിച്ചില്ല, ബിക്കോസ് ഇന്നലെ കാപ്പി അടിച്ചിട്ട് ബൂസ്റ്റ് അടിച്ചിട്ട് വൈകിട്ട് എൻ്റെ മേത്തോട്ടൊക്കെ വീണാകെ പൊള്ളി. മൂന്നാർ ടൗണിൽ വരുമ്പോൾ നിങ്ങൾക്ക് കടികൾ കഴിക്കാൻ ആഗ്രഹമുണ്ട്, നല്ല ചൂടാ നല്ല അടിപൊളി കടികൾ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മൂന്നാർ എന്താണ് KSRTC സ്റ്റാൻഡില്ലേ, KSRTC സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡ് ഒരു റോഡുണ്ട്. അതായത് അലിബാബ 41 ഡിഷസിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ വരും ഈ ഒരു ചായക്കട. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കടിയൊക്കെ മേടിച്ചു. കടിയൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക്, നമ്മുടെ മൂന്നാർ ടൗൺ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ആ റോഡിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ചെറിയ ബ്ലോക്കല്ല, നല്ല രീതിക്ക് തന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് മഴ, പിന്നെ അവിടെ എന്തോ പണിയൊക്കെ നടക്കുക, അങ്ങനെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പോണ സമയത്താണെങ്കിൽ ഭയങ്കര കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ്. അവിടെ നിന്ന് ശരിക്കും പോകാൻ തോന്നുന്നുണ്ടായില്ല.
ഗായ്സ് ഞങ്ങളിതാ അടിമാലിയൊക്കെ കഴിഞ്ഞു. നേരിമംഗലം പാലെത്താറായിട്ടുണ്ട്. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇപ്പം ഇവിടെയും കുറച്ച് ബ്ലോക്ക് ഉണ്ട്. അപ്പം തന്നെ എന്തായാലും നമ്മൾ നേരിമംഗലം പാലെത്തും. പിന്നെ അവിടെ നേരെ സ്ട്രൈറ്റ് ടു ഹോമാണ്. പോണ വഴിക്കപ്പോൾ നമുക്ക് ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോണ വഴിക്കുള്ളൊരു ഷോപ്പിൽ കയറി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.